SIR ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയല്ലേ. 24 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി പണി കൂടുതലാണ്. കാരണം ഇനിയാണല്ലോ ഇതിന്റെ അപ്പീലും മറ്റു കാര്യങ്ങളും ഒക്കെ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവരെ കണ്ടെത്തി വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനായി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാനാണ് LDFന്റെ തീരുമാനം. SIR ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കി പ്രസിദ്ധപ്പെടുത്തിയ കരട് വോട്ടർ പട്ടികയിൽ 25 ലക്ഷം വോട്ടർമാരാണ് പുറത്തായത്. BJP കൂടുതലായി വോട്ട് ചേർത്ത ഇടങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാനും LDF തീരുമാനിച്ചു. 2025 ഒക്ടോബർ 27 വോട്ടർ പട്ടിക പ്രകാരം 2,78,50,855 വോട്ടർമാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ SIRന്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കി പ്രസിദ്ധപ്പെടുത്തിയ കരട് വോട്ടർ പട്ടികയിൽ 2,54,42,352 വോട്ടർമാർ മാത്രമാണ് ഇടം നേടിയിട്ടുള്ളത്. അതായത് 24,08,503 പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി. ഒരു മാസമാണ് ഇതിൽ പരാതികൾ നൽകാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഈ സമയം ഉപയോഗിച്ച് വോട്ടർ പട്ടികയ്ക്ക് പുറത്തുപോയവരെ തിരികെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഇതിനായി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാനാണ് LDF തീരുമാനം. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോയവരെ കണ്ടെത്തി അവരുടെ വോട്ടുകൾ എത്രയും വേഗത്തിൽ ചേർക്കുക എന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തകരെ രംഗത്തിറക്കാനാണ് തീരുമാനം. ഇതിലൂടെ ഒരു മാസം എന്ന സമയപരിധിക്കുള്ളിൽ തന്നെ പരമാവധി പേർക്ക് വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നതാണ് വിലയിരുത്തൽ. BJPക്ക് മേൽക്കൈയുള്ള 20 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് പ്രത്യേകമായി പരിശോധിക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് BJP ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ച ഇടങ്ങളിൽ വോട്ട് ഇരട്ടിപ്പടക്കമുള്ളവ പ്രത്യേകമായി പരിശോധിച്ച് ആവശ്യമായ ഇടങ്ങളിൽ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും LDF ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ബീഹാറിലടക്കമുണ്ടായ സാഹചര്യം കേരളത്തിൽ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.